അങ്ങനെ നമ്മുടെ നാസിയും ഷെമിയും കൂടെ ആണെങ്കിൽ പൂവുകളൊക്കെ ചേർത്ത് വെച്ചേക്കാം കേട്ടോ. ജമന്തി ഉണ്ട്, അതായത് മഞ്ഞയുണ്ട്, ഓറഞ്ചുണ്ട്, പിന്നെ ആണെങ്കിൽ നമ്മുടെ അരുളിപ്പൂവുണ്ട്. അങ്ങനെ എല്ലാം ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ നാസിയും ഷെമിയും കൂടെ. ഓണം അത്തപ്പൂ ഇടാനായിട്ട് പോവുകയാണ് നമ്മള്. നിന്നെ കാണിക്കാൻ എന്താ കുളിക്ക? അയ്യേ, കറുത്ത പോത്ത വിലയോടെ ചുണ്ടി ലിഫ്റ്റിക്കും ഇല്ല, പുട്ടിയില്ല. അതിസാഹസികമായിട്ട് നമ്മുടെ ഷെമിയും നാസിയും കൂടെ ആണെങ്കിൽ അത്തപ്പൂക്കളത്തിനുള്ള ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഷെമിയാണ് ഡിസൈൻ പറഞ്ഞു കൊടുക്കുക, നാസി അതിനനുസരിച്ച് വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളാണെങ്കിൽ ഓണസദ്യയൊക്കെ ഒരുക്കി വെച്ചിട്ട് അത്തപ്പൂ ഇടാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം കൂടി ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എല്ലാവർക്കും വിശക്കുന്നുണ്ട്, പക്ഷെ അത്തപ്പൂ ഇട്ടിട്ട് കഴിക്കാൻ കയറാന്ന് വിചാരിച്ചു. അതെ, ലേഡീസിനെല്ലാം ഒരേ ഡ്രസ്സ് കിട്ടി, ഞങ്ങൾക്ക് മാത്രം ഡിഫറെന്റ്. പക്ഷെ ഞങ്ങൾ ഉണ്ട് കേട്ടോ, ഞാനും നമ്മുടെ ഗബ്രൂട്ടനും ഒരേ കളറിലുള്ള ഡ്രസ്സ് ആയിട്ടായിരുന്നു. ബ്ലാക്ക് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അവനോട് പറഞ്ഞില്ല, ആര്യ ഇവനോട് ഞാൻ ബ്ലാക്ക് എന്ന് പറഞ്ഞില്ലയോ? പറഞ്ഞായിരുന്നു. ഞാൻ എന്നെ പറയുന്നുണ്ട്, ചുമ്മാതാ എന്നെ പറയുന്നത് ബ്ലാക്ക് ആണെന്ന്. ഇന്നലെ അല്ല, രണ്ടെണ്ണം ഇവന്മാർ രണ്ടും. അല്ലേല് അപ്പുറത്തെ ഇപ്പുറത്തെ രണ്ട് കള്ളന്മാരെയാണല്ലോ തറച്ചത്. അതാണ് അപ്പോ നമുക്ക് അത്തപ്പൂ ഇടുന്നതിലേക്ക് കടക്കാം കേട്ടോ. പോവുകയാണ് നമ്മള്. അത്തപ്പൂ അപ്പൊ ഇട്ട് തുടങ്ങാം. ഓക്കേ. അങ്ങനെ അതിസാഹസികമായിട്ട് നമ്മുടെ ആര്യ രണ്ടാമതും കൂടെ വാങ്ങിച്ചിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ആര്യ? അയ്യോ, നമുക്ക് ഷെമിയോട് ചോദിക്കാം. പയ്യ എന്താ എന്താ അതെന്താ നിനക്ക് തിന്നാല്? ആ പറ, നിനക്ക് പറയാൻ മുട്ടിയിരിക്കല്ലേ, പറ. ബിനോയ് ചേട്ടൻ ലുട്ടാപ്പി വെച്ച പായസമാണ്. ലുട്ടാപ്പി കഴിക്കാണ് സൂപ്പർ സ്റ്റാർ വെച്ചത്. സൂപ്പർ സ്റ്റാർ ബിനോയ് അറിയാം. ഞാൻ അതിനകത്തൊരു വീഡിയോ കയറ്റുന്നുണ്ട് പറയുന്നത്. എന്ത് പറയണം? ഞാൻ ഇതിന്റെ അറ്റത്താണെങ്കിലേ മറ്റേ നമ്മുടെ ഷോർട്ട് ഫിലിമിന്റെ നിന്റെ ഡയലോഗും കൂടെ കയറ്റി വിട്ടാലോ? കുഞ്ഞെഴുന്നേറ്റോ? ബോളി കൊടുക്ക്, പായസം കൊടുക്ക്. അവിടെ വെക്കേ, ഞാൻ എടുത്ത. അങ്ങനെ നമ്മുടെ സദ്യ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഡോറ? കറികളൊക്കെ അവള് തന്നെ ഉണ്ടാക്കിയോണ്ട് അവൾ ബീട്രൂട്ട് പച്ചടി, പപ്പടം, ഇത് നോൺ വെജ്, ബീഫ്. സൗകര്യം കയ്യടാ. അങ്ങനെ തന്നെ. ഇല്ല, ഇത് ഹോം മെയ്ഡ് ഊണാ. 4 കൂട്ടം കറി ഉണ്ടല്ലോ. ഈ കൊല്ലം നല്ല പായസം അതുകൊണ്ട് തരുന്നത്. എങ്ങനെയുണ്ട് പ്രിൻസി? കൊള്ളാവോ? എന്നിട്ടെന്താ കഴിക്കാത്ത? എരിവോ? എങ്ങനെയുണ്ട് പ്രിൻസേ? ഇവർക്ക് വെള്ളം കൊടുത്തില്ല. ഈ നാസി കുറെ നേരം കൊണ്ട് വെള്ളം ചോദിക്കുന്നു, വെള്ളം കുടിക്കാറായിട്ട് ഇരിക്കുക. നാസി മാമയ്ക്ക് കൊടുക്കേ. അവന് ഡോറയുടെ ആര്യയുടെ ഫോട്ടോസ് എടുക്കുകയാണ്. ഇവിടെ ഷെമി അടുത്ത ഫോട്ടോയ്ക്ക് തയ്യാറായി നിൽപ്പുണ്ട്. നമ്മുടെ ക്യാമറാമാൻ നാസിയാട്ടോ. നമ്മുടെ ലുട്ടാപ്പി ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. ഹായ് ലുട്ടാപ്പി. ഹായ് ലുട്ടാപ്പി. എന്താ സുഖാണല്ലോ ലുട്ടാപ്പി?
ഇവിടെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഓണ ഫോട്ടോഷൂട്ടാണോ അതോ മറ്റേ ബ്രൈഡിന്റെ ഇതിന്റെ. നമ്മുടെ സ്ഥിര സ്ഥലത്ത് തന്നെയാണ് വന്നിരിക്കുന്നല്ലോ. ആര്യ ആടി നിക്കേ ഫോട്ടോ എടുക്കട്ടെ. സ്റ്റോറേജ് ഫുള്ളായെന്ന് തോന്നുന്നു. അവന്താ അവിടെ വ്ലോഗ് എടുത്തോണ്ട് ഇപ്പൊ സ്റ്റോറേജ് ഫുള്ളായി എന്ന് പറയുന്നു guys. നീ നമ്മുടെ സ്ഥിരം കുറച്ച് പേർക്ക് ഇവിടെ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഫോട്ടോഷൂട്ടിനൊക്കെ. ക്യാമറമാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ക്യാമറമാൻ ലുട്ടാപ്പിയോടൊപ്പം ക്യാമറമാനി ക്യാമറമാൻ ഫ്രീ ആക്കി വെച്ച നീ ഒരുമാതിരി ഇങ്ങനെ വെച്ചേക്കും. അവൻ ജിമ്മിന് പോകണുണ്ട്. അതിലിങ്ങനെ വെച്ചേക്കും. ഇത് ഇത്രയും ലോങ് നിൽക്കുമ്പോ ഭയങ്കര ഇരുട്ടടിക്കുന്നു. അടുത്തോട്ട് വരാൻ പറ്റത്തില്ല. ആ നോട്ടെ നോക്കട്ടെ. അല്ലല്ല ഇരുണ്ടിരിക്കുന്നോ. ബാക്കി ഇരിക്കുന്ന രണ്ടെണ്ണം കാണിക്കുന്ന എന്താണെന്ന് കണ്ട് നിങ്ങൾ ഞെട്ടണ്ട കേട്ടോ. നമ്മുടെ ഗബ്രൂട്ടനാണെങ്കിൽ ക്യാമറയിലോട്ട് നോക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടെ നിന്ന് ഗബ്രൂട്ടനെ കളിപ്പിക്കുന്ന സീനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഗബ്രൂട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടല്ലേ നോക്കുന്നത്. അപ്പം നേരെ നോക്കാൻ വേണ്ടി ഷെമിയും ആരെയും കൂടി കിടന്ന് പെടാപ്പാട് വിടുകയാണ്. ഫോട്ടോസ് എടുക്കുന്നത് വരെ അവരിങ്ങനെ ഗബ്രൂട്ടനെ അവൻ്റെ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. സത്യത്തിൽ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങൾ സന്തോഷിക്കുന്നത്. എന്നും ഓരോരോ പ്രശ്നങ്ങളും ഓരോരോ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ അല്ലായിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് സത്യത്തിൽ ഞങ്ങൾ സന്തോഷിക്കുന്നത്. അതും എല്ലാവർക്കും ഒപ്പം നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒപ്പം നമുക്ക് നമ്മുടെ സന്തോഷം പങ്കുവയ്ക്കാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒത്തിരി സന്തോഷം എന്ന് വെച്ചാൽ ഒത്തിരി സന്തോഷമായി. കാരണം ഇന്ന് എല്ലാവരും ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. പപ്പയെ അമ്മയും ഏറ്റവും അനിയനും ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിൽ. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഫാമിലി ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സ് എന്നല്ല, ഫാമിലിയാണ് നമ്മുടെ തന്നെ ഫാമിലിയാണ്. എല്ലാവരും കൂടെ ഉണ്ടായിരുന്നപ്പോൾ നമുക്കൊരു സന്തോഷമായിരുന്നു സത്യം പറഞ്ഞ ഇന്നത്തെ ദിവസം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഫോട്ടോ എടുക്കാനായിട്ട് നമ്മുടെ മാടനട ക്ഷേത്രത്തിലാട്ടോ. ഒരുപാട് പേർക്ക് അറിയാവുന്നൊരു സ്പോട്ടായിരിക്കും. ഇവിടെ നമ്മുടെ മൈനാഗപ്പള്ളിയിലുള്ള ആൾക്കാരെല്ലാം ഫോട്ടോ എടുക്കാൻ വരുന്നത് ഇവിടെയാണ്. കാരണം ഇവിടുത്തെ ഒരു അന്തരീക്ഷവും ഇവിടുത്തെ ആണെങ്കിൽ ആ ഒരു സാഹചര്യമൊക്കെ നമുക്ക് ഫോട്ടോസിനും അതുപോലെ തന്നെ നല്ല ക്ലൈമറ്റും ഒക്കെ തരുന്ന ഒരു പ്രദേശമാണ്. വയലിൻ്റെ നടുക്കാണ് ഈ അമ്പലം വരുന്നത്. മാടനട ക്ഷേത്രമാണ് നമ്മുടെ മൈനാഗപ്പള്ളിയിലുള്ള മാടനട ക്ഷേത്രം. ഫോട്ടോസ് എടുക്കാൻ വരും നമ്മുടെ മൈനാപ്പിളിലുള്ളവർക്ക് ഇഷ്ടപ്പെട്ട പ്ലേസാണ്. അതുപോലെ തന്നെ ഇന്ന് കുറേ നാസിയുടെ ആണെങ്കിലും ഷെമിയുടെ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ആര്യ ലുട്ടാപ്പി ഇവരുടെയൊക്കെ ആണെങ്കിൽ കുറേ അധികം നല്ല നല്ല ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നമുക്ക് പറ്റിയിട്ട്. ലുട്ടാപ്പി ആണെങ്കിൽ ഇന്ന് സത്യം പറഞ്ഞാൽ തകർത്ത്. അതുപോലെ തന്നെ നാസി ആണെങ്കിലും ഷെമി ആണെങ്കിലും ആര്യ ആണെങ്കിലും ഡോറ ആണെങ്കിലും ഇന്ന് തകർത്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് നമ്മുടെ ലുട്ടാപ്പി തന്നെയായിരുന്നു. നോർമൽ ചിരി മതി, അത് ഭയങ്കര ചിരിയായി പോകുന്നു. കറക്കുന്ന വീഡിയോ ഉണ്ടോ? അതൊന്നും പറഞ്ഞില്ല.